ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഒരു അടിപൊളി ഒരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ബെസ്റ്റാണ്. ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്, ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറിയിൽ ചിലതൊന്നും അത്രയും പഴുത്തിട്ടില്ല, കുറച്ച് ഇവിടെ ടൈം എടുക്കും. അപ്പോൾ നല്ലോണം പഴുത്ത് നോക്കി നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഇതിൽ മൊത്തം പഴുത്തതാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് കൂടുതൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സ്ട്രോബെറി ഐസ്ക്രീമാണ്. സ്ട്രോബെറി ഐസ്ക്രീമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വനില ഐസ്ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ക്രീം ചീസാണ്. ക്രീം ചീസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ ഷേക്ക് നല്ല റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് പാലാണ്. പാല് ഞാൻ ഒരു വലിയ കപ്പാണിത്. ഇതിലൊരു 250 ml പാല് നമ്മളെടുക്കുക. അപ്പോൾ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ ജാറിലേക്ക് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ സ്ട്രോബെറീസ് എല്ലാം ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫൈനലി ഒന്നും ചോപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചുമ്മാ ചങ്ക്സ് ആയിട്ട് ചുമ്മാ ഒരു റഫ്ലി ചോപ്പ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഐസ്ക്രീമാണ്. ഞാൻ കുറച്ച് നേരം പുറത്ത് വെച്ചു. ആക്ച്വലി എൻ്റെ മോന് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഞാനിത് കുറച്ച് നേരം പുറത്ത് വെച്ചത്. ഓക്കെ, പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഐസ് ഇടാം. പിന്നെ ആമണ്ടിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ക്രീം ചീസാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പാലൊഴിച്ചാൽ മതി. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് മധുരം കുറവാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ഞാൻ ഒരു ജാറിലേക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതെ, ഞാൻ എടുത്ത പാലിൽ ഞാൻ കുറച്ച് പാലിൽ യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി പാലിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ഷേക്ക് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് വളരെ ഹെൽത്തിയാണ്, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഷേക്കാണ്. ഇത് എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമുക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇത് നല്ലൊരു ഷേക്കാണ്. പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ മിൽക്ക് മാത്രമല്ല ക്രീം ചീസും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഷേക്കാണിത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരത്തേക്ക് ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.